പാലക്കാട് തുടരുന്ന RSS സമന്വയ ബൈഠക് ഇന്ന് സമാപിക്കും. അതിൽ ചർച്ചയായ പ്രധാന വിഷയങ്ങളെക്കുറിച്ച് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ശ്രീ സുനിൽ അംബേദ്കർ വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോഴും തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വിവിധ വിഷയങ്ങൾ ഈ 3 ദിവസം നീണ്ടുനിന്ന സമന്വയ ബൈഠക്കിൽ ചർച്ചയായതിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനം ബംഗ്ലാദേശ് വിഷയങ്ങൾ. അത് ഈ സമന്വയ ബൈഠക്കിൽ എപ്രകാരമാണ് ചർച്ചയായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് ചേരുകയാണ്. അരുൺ, പറഞ്ഞ തന്നെ അദ്ദേഹം തുടങ്ങിയത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിൽ ഒന്ന് ഈ ഭാരതീയ സമൂഹത്തിലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ ഇടപെടലിനെ കുറിച്ച്. അതിൽ സംഘങ്ങൾ ഇപ്രകാരമാണ് നടപടി എടുക്കുന്നത് അല്ലെങ്കിൽ തുടർന്ന് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നത് പറയുകയുണ്ടായി. അതിലും പ്രധാനമായി ബംഗാൾ വിഷയത്തിൽ ചർച്ച നടത്തുകയുണ്ടായി. അതിൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി ഈ ചർച്ചയിൽ ഈ വിഷയം പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ഇത് വിശദമായി ചർച്ച ചെയ്യുകയും ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ വിവരങ്ങൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയം സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖായ സുനിൽ അംബേദ്കറിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. അതിനുശേഷം RSS ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് രാജ്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഏതായാലും സ്ത്രീകളുടെ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് വികസന കാര്യങ്ങളിൽ വനിതാ പ്രാതിനിധ്യം സംബന്ധിച്ച് ഈ 3 ദിവസം നടക്കുന്ന ഈ ബൈഠക്കിൽ വിശദമായ ചർച്ച നടന്നു എന്നുള്ളതാണ്. വനിതകളുടെ പ്രാദേശിക വിഷയങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടന്നു. അതുപോലെ തന്നെ പാശ്ചാത്യ ഫെമിനിസം സംബന്ധിച്ചും ചർച്ച നടന്നു. ഭാരതീയ ചിന്തകളിൽ സ്ത്രീകളുടെ പങ്ക് എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായ ചർച്ചകൾ ഉണ്ടായി ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെച്ചത്. സ്ത്രീകളുടെ വിഷയങ്ങളിലെ വിശദമായ ചർച്ച ചെയ്ത ഒപ്പം തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, രാജ്യത്തെമ്പാടും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഉൾപ്പെടെ ഈ ബൈഠക്കിന്റെ ഭാഗമായി ചർച്ച ചെയ്തു. ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിലൊക്കെ വ്യക്തമായ പെട്ടെന്ന് തന്നെയുള്ള നടപടികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞത്. അതിലൊന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതായ ബംഗാൾ വിഷയം. ആ ബംഗാൾ വിഷയം കൃത്യമായി തന്നെ ചർച്ചയ്ക്കെത്തി എന്നുള്ളതാണ്. ബംഗാൾ വിഷയത്തിൽ പ്രധാനമായും പറയുന്നത് ആ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അതിൽ പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ നടപടി വൈകുന്നു, അതിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിൽ വൈകുന്നു. അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഒപ്പം ഇപ്പോൾ നമ്മുടെ ചീഫ് എഡിറ്റർ കൂടെ പ്രദീപ് പിള്ള അദ്ദേഹം ചേരുന്നുണ്ട്. സർ, വളരെ വിശദമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു. സ്ത്രീകളുടെ വിഷയം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അതിനുശേഷം ഈ രാജ്യം തന്നെയാണ് RSSന് ഏറ്റവും പ്രധാനപ്പെട്ട, RSS ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം തന്നെയാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു വാർത്താ സമ്മേളനത്തെ കാണുന്നത്? ഒന്ന്, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഈ വനിതാ ക്ഷേമം അല്ലെങ്കിൽ വനിതകളുടെ സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഏറ്റവും അധികം ചർച്ചയായത്. അതിന് അരുൺ പറഞ്ഞതുപോലെ തന്നെ ബംഗാളിലുണ്ടായ അതിക്രൂരമായ മാനഭംഗവും കൊലപാതകവും തന്നെയാണ് വിവിധ സംഘടനകൾ അത് ഉന്നയിച്ചു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ വിവിധ സംഘടനകൾ പങ്കെടുത്ത കാര്യം അവിടെ ബൈഠക്കിൽ ചൂണ്ടിക്കാട്ടി. ഇതിലേറ്റവും പ്രധാനം ഇതിലൊരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് ശ്രീ സുനിൽ അംബേദ്കർ നൽകിയത്. അതായത് വനിതാ സുരക്ഷ ഉറപ്പാക്കുന്നത് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കാര്യം സംഭവിച്ചു കഴിഞ്ഞ് ഉള്ള നടപടിക്രമങ്ങൾ. ഒന്ന്, ഫാസ്റ്റ് ട്രാക്ക് ജസ്റ്റിസ്, അത് ഇരകൾക്ക് വളരെ വേഗം നീതി കിട്ടുന്നു എന്നുള്ളത്. അതിനും അപ്പുറത്തേക്ക് പോകണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് വേണമുള്ളതിനെ കുറിച്ചാണ് വളരെ വിശദമായ ചർച്ച നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒന്ന്, നിയമ നടപടി അതല്ലെങ്കിൽ നിയമ സംവിധാനം, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമ സംവിധാനം റീവിസിറ്റ് ചെയ്യേണ്ട ആവശ്യകത നിർബന്ധമാണെന്ന് പറയുന്നു. നിലവിലുള്ള നിയമങ്ങൾ മതിയോ? ഇപ്പോൾ അടുത്ത് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നതും ചിലർ ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമപ്രവർത്തകർ. പക്ഷേ അതിനുപരിയും ഒരു ഓപ്പൺ മൈൻഡോട്, തുറന്ന മനസ്സോടുകൂടി ഇതൊന്ന് സമീപിക്കുക. ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും പുതുതായി നിലവിൽ വന്ന നീതിന്യായ സംഹിത പോലും ഇതിന് മതിയായതാണോ, മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതാണോ? ഒന്ന്, സുരക്ഷയ്ക്കപ്പുറം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ഇരയ്ക്ക് നീതി കിട്ടുന്നത് വളരെ പെട്ടെന്ന്, അത് വളരെ ലോങ് ഡ്രോൺ ലീഗൽ പ്രോസസ്സ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇങ്ങനെ വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു നീതിന്യായ പ്രക്രിയ അല്ലെങ്കിൽ കേസും അന്വേഷണവും വിചാരണയും, അതിനൊടുവിൽ നീതി കിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കുറ്റക്കാർ രക്ഷപ്പെടുന്ന അവസ്ഥയും കാണുന്നുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ തെളിവില്ല എന്നുള്ളത് അടക്കമുള്ള അല്ലെങ്കിൽ സാഹചര്യ തെളിവില്ല എന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവം, അതിനുമപ്പുറം സാക്ഷികൾ കൂറുമാറുന്നത് അടക്കമുള്ള
സാഹചര്യങ്ങൾ മുതലാക്കി പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യം. അതിനും പുറമെയാണ് പല 4-5 മേഖലകളിലുള്ള ഇടപെടൽ. അതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇത് തന്നെയാണെന്നുള്ള രാഷ്ട്രീയത്തിന് അതീതമായി അരുൺ പറഞ്ഞതുപോലെ തന്നെ വിവിധ ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ വാചകം ഇതാണ്: നേഷൻ ഫസ്റ്റ്. അതിനുശേഷമാണ് ഇലക്ഷനിയറിങ്ങും വോട്ടും മറ്റ് രാഷ്ട്രീയ അജണ്ടകളും ഒക്കെ. അതിൽ തന്നെ ഈ 5 മേഖലകളിൽ ഇടപെടലാണ് പറഞ്ഞത്. ഒന്ന്, ലീഗലി നമ്മൾ ഇതിനകം തന്നെ വിശദീകരിച്ചു, നിയമപരമായുള്ള ഇടപെടൽ എന്ത് സാധിക്കുന്നുള്ളൂ. അടുത്തത് സാമൂഹികമായ ഒരു ബോധവൽക്കരണം. എങ്ങനെയൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനാകും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ ഇത് തടയണം എന്നുള്ള അവയർനെസ്സിനൊരു ക്യാമ്പയിൻ. അടുത്ത് കുടുംബത്തിലെ സംസ്കാരം, കുടുംബത്തിൽ നിന്നുണ്ടാവണം. ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് ചെറുപ്പത്തിലെ തന്നെ, ഒരു പക്ഷേ ബാല്യകാലത്തോ കൗമാരകാലത്തോ ആവാം ഇത്തരം പ്രവണതകൾ ഒരാൾ ഉണ്ടാവുന്നത്. അത് തടയാൻ, അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ മുളയിലെ നുള്ളാനുള്ള സംസ്കാരം കുടുംബത്തിൽ ഉണ്ടാവണം. ഈ പറഞ്ഞ പഞ്ചപരിവർത്തനത്തിലും പ്രധാനമായി പറയുന്ന ഒന്ന് അതാണ് കുടുംബ പ്രബോധനം എന്ന് പറയുന്നത്. അതിലേക്ക് വരുന്നു. 4, വിദ്യാഭ്യാസം. അതായത് ഔപചാരിക വിദ്യാഭ്യാസവും അനൗപചാരികമായ വിദ്യാഭ്യാസം. ഈ 2 മേഖലകളിലാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഉണ്ടാവണം. ഇത് ചെയ്യരുതാത്തതാണ് എന്നുള്ള സംഗതി പറയേണ്ടത്. 5-മത്തത് ആത്മരക്ഷ. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആത്മരക്ഷ, സ്വരക്ഷയ്ക്കുള്ള പരിശീലനം. ഏറ്റവും ചെറുതിലെ മുതൽ, ബാല്യകാലം മുതൽ ആത്മരക്ഷയ്ക്കുള്ള പരിശീലനം പെൺകുട്ടികൾക്ക് നൽകുക. ആത്മവിശ്വാസത്തോടുകൂടി ഇതിനെ നേരിടാൻ, ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും പെൺകുട്ടികൾക്ക് കൊടുക്കുക. സ്കൂളുകളായാലും കോളേജുകളായാലും ജോലി സ്ഥലങ്ങളായാലും അവിടുത്തെ എൻവയൺമെൻറ്റ്, അവിടുത്തെ സാഹചര്യം ഇതിനൊപ്പിച്ച് ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊരു ചിന്ത അല്ലെങ്കിൽ ഒരു കൺസേൺ, ഒരു ആശങ്ക ഈ ബൈഠക്കിൽ ഉണ്ടായെന്ന് പറയുന്നത് മീഡിയ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാ തരത്തിലുമുള്ള പ്ലാറ്റ്ഫോംസ്, അതായത് ഏത് തരത്തിലുള്ള മീഡിയ ആയാലും, സാമൂഹ്യ മീഡിയ, സോഷ്യൽ മീഡിയ, മെയിൻറ്റെയിൻ മീഡിയയിൽ വരുന്ന ചില കണ്ടന്റ്, ഇത് ദീർഘകാലം കണ്ടാണ് ഇതിൽ പലരും ഈ വളരെ ക്രൂരമായ, വൈശാചികം എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നവർ വിചാരണ വേളയിൽ അതല്ലെങ്കിൽ അന്വേഷണ വേളയിൽ വെളിപ്പെടുത്തുന്നത് ഇവർക്ക് ഇതിനുള്ള ഒരു പ്രചോദനം അതല്ലെങ്കിൽ പ്രകോപനം കിട്ടുന്നത് ഈ ദീർഘകാലമായി പോൺ വീഡിയോസ് ആയിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. അതടക്കമുള്ള, അതല്ലെങ്കിൽ വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഇത്തരം കണ്ടന്റ് ദീർഘകാലം ഇത്തരം വീഡിയോസൊക്കെ കണ്ടവരിൽ ഈ പ്രവണത കൂടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി ഒരല്പം സങ്കീർണമാണ്. അപ്പോൾ ഇതടക്കം ഉള്ള കാര്യങ്ങൾ. മറ്റു ചില ആക്ടിവിറ്റീസിലൂടെ, അതായത് ഇപ്പോൾ എടുത്തു പറഞ്ഞത് ഇൻഡോറിലെ രാജ്ഞിയായിരുന്ന അഹല്യാദേവി ഹോൾക്കറിന്റെ കാര്യം. അപ്പോൾ 300ാം ജന്മവാർഷികം വരുന്നു. ഒപ്പം തന്നെ വൻവാസി കല്യാണാശ്രമത്തിന്റെ നേതൃത്വത്തിൽ റാണി ദുർഗാവതിയുടെ 500ാം ജന്മവാർഷികം ആഘോഷിക്കുന്നു. ഇതിലൂടെ വീണ്ടും ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്നത് നാരീശക്തി എന്നുള്ളത് ഇന്ന് ഒരു സംവരണത്തിലൂടെയോ എന്തെങ്കിലും സൗജന്യത്തിലൂടെയോ കൊണ്ടുവരേണ്ട ഒന്നല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ് നാരീശക്തി. അതിന് പുതിയ ഉണർവ് നൽകുക, പുതിയ കരുത്ത് നൽകുക, അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പ്രധാനം. ഇതാണ് വനിതാ സുരക്ഷ സംബന്ധിച്ച്. ഒരുപക്ഷെ ഈ പത്രസമ്മേളനത്തിലും വാർത്താ സമ്മേളനത്തിലും അത് ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഇത് സംബന്ധിച്ച ചർച്ചകളുടെ വിശദാംശങ്ങൾ പറയാനും ഇടപെടൽ, നടപടി, ഭാവി പരിപാടികൾ പറയാനുമായിരുന്നു. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തമിഴ്നാട്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഈ തമിഴ്നാട്ടിൽ മതപരിവർത്തനം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള, അതല്ലേ? അതെ, മതപരിവർത്തനം വളരെ വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് നമ്മൾ ചോദിച്ചിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ദാരിദ്ര്യം അടക്കമുള്ള ജീവിത സാഹചര്യം അത് മുതലെടുത്താണോ ഇത്തരം മതപരിവർത്തനം നടത്തുന്നത്? മിഷണറി ലെവലിലാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാണോ? ആണെങ്കിൽ എന്ത് നടപടികളിലേക്കാണ് കടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മാത്രമാണ് വന്നത്. അപ്പോൾ ഈ ബൈഠക്കിന്റെ തീരുമാനം എന്ന് പറയുന്നത് തുടർ നടപടിയായി ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുക. എവിടെയൊക്കെ നടക്കുന്നു, എങ്ങനെയൊക്കെ നടക്കുന്നു, എത്ര വലിയ തോതിലാണ് നടക്കുന്നത്, എന്ത് സാഹചര്യം മുതലെടുത്താണ് മതപരിവർത്തനം നടത്തുന്നത്, ആരാണ് ഇതിന് പിന്നിൽ? കാര്യം സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ഉണ്ടെങ്കിൽ അത് ഫലപ്രദമാണെങ്കിൽ താഴെ തട്ടുവരെ ഇതുണ്ടാവില്ല. നമ്മൾ കണ്ടുവന്നൊരു രീതി തന്നെ ഇതാണ്. പലപ്പോഴും മതപരിവർത്തനത്തിന് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ചില ഭാഗങ്ങളിൽ, ചില പ്രദേശങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ വരുമ്പോൾ ദാരിദ്ര്യം, ഭക്ഷണം,
ജീവിത സാഹചര്യം, ഒരുപക്ഷെ കിടപ്പാടം ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ അത് മുതലെടുത്താണ് മിഷണറിമാരുടെ നേതൃത്വത്തിൽ സാമൂഹിക സേവനം എന്നുള്ള വ്യാജേന ഇത് ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ബംഗാളിലെയും ബംഗ്ലാദേശിലെയും വിഷയങ്ങൾ. ബംഗാളിൽ ഒരു വനിതാ ഡോക്ടർ പീഡിപ്പിക്കപ്പെടുന്നു. അത് ആ സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ സംബന്ധിച്ച് ചേർത്തും പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ അതല്ലാതെയും അത് വിശദമായി പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഒരു സ്ഥിതി സംബന്ധിച്ചുമുള്ള ഒരു കൃത്യമായ കാര്യം തന്നെയല്ലേ? വളരെ കൃത്യമായ ആശങ്ക രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ ഒരു അതിലും അപ്പുറത്തേക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ ബൈഠക്കിൽ ഉയർന്നു എന്നുള്ളതാണ്. അതായത് ഇതിലേക്ക് നയിച്ച, ഈ ഭരണമാറ്റത്തിലേക്ക് നയിച്ച സാഹചര്യം, അതിൽ പ്രധാനമായിരുന്നത് ഇവർ ഈ വിദ്യാർത്ഥി സമരം അല്ലെങ്കിൽ സംവരണ വിരുദ്ധ സമരം എന്നൊക്കെ പറയുമെങ്കിലും അവസാനം അത് വന്നു നിന്നത് ഹിന്ദുക്കൾ അടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണവും കൊലപാതകവും, ഒപ്പം ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും കത്തിക്കുകയും ചെയ്യുന്നതിലേക്ക് എത്തി നിൽക്കുന്നു. വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഒരുപക്ഷെ പാക് സ്പോൺസേർഡും അതിനപ്പുറമുള്ള ശക്തികളുടെയും ഒക്കെ കരുത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി നടന്ന ഒരു വംശ കലാപം തന്നെയായിരുന്നു അത്. അതിനപ്പുറത്തേക്ക് ഭരണമാറ്റത്തിന് ശേഷം കണ്ടുവരുന്ന ചില പ്രവണതകൾ, അതായത് തുടർന്നുള്ള ആക്രമണങ്ങൾ, അടുത്ത ഘട്ടമായി താലിബാൻ ശൈലിയിലുള്ള ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ. അടുത്ത കാലത്ത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഈ ബുർഖ ധരിച്ച് മാത്രമേ എത്താവുള്ളൂ. വളരെ കടുത്ത ഇസ്ലാമികവൽക്കരണം അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമികവൽക്കരണം കലാലയങ്ങളിൽ അടക്കം നടപ്പാക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ പ്രഖ്യാപിത തീവ്രവാദികളെ പോലും ജയിലിൽ നിന്ന് തുറന്നുവിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അൽ ഖ്വയ്ദയിൽപ്പെട്ട ഒരാളെ തുറന്നുവിടുന്ന കാഴ്ച കണ്ടു. അതുപോലെ തന്നെ ഇത്തരം ആക്രമണങ്ങളിൽ ഏർപ്പെട്ടവർക്കെതിരെ അന്വേഷണം നടത്താനോ നടപടിയെടുക്കാനോ നീതി വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള ആശങ്കാജനമാണ്. ഈ സാഹചര്യത്തിലാണ് ഹിന്ദുക്കൾ അടക്കമുള്ള മത ന്യൂനപക്ഷങ്ങൾക്ക് എതിരായ ആക്രമണം തടയാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇടപെടൽ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശവും സൂചനയും ആണ് ഈ ബൈഠക്കുകൾ ഉണ്ടായെന്ന് സുനിൽജിയുടെ മാധ്യമ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ്. അരുൺ കൊടുങ്ങൂർ കൂടെയുണ്ട്. വയനാട് സംബന്ധിച്ചും വളരെ വിശദമായ കാര്യങ്ങളല്ലേ പറഞ്ഞത്? അതായത് ആ ബൈഠക്ക് ആരംഭിച്ചത് തന്നെ വയനാടിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു എന്നല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് ഈ സ്ത്രീ സുരക്ഷ പോലെ തന്നെ സംഘം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം, ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം പ്രവർത്തിക്കാതെ അതിനെന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടി ഈ ബൈഠക്കിൽ ഉയർന്നു വന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സേവാഭാരതി അടക്കം ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ, അതുതന്നെയാണ് ഏറ്റവും വിലപ്പെട്ടതായി നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നത്. അറിയാം, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സേവാഭാരതി നടത്തിയ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഇത്തരത്തിലുള്ള ഈ വയനാട് ദുരന്തം പോലെ ഇനി പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ ഒരു ഇടപെടൽ കൂടിയല്ലേ ഇന്നത്തെ ഈ ഒരു 3 ദിവസം നീണ്ട ബൈഠക്കിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വളരെ ഒരു ദുരന്തമാണ് കഴിഞ്ഞെങ്കിലും നമ്മൾ ഒരല്പം സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി പറയേണ്ട കാര്യം, സേവാഭാരതിയും സംഘവും വയനാട്ടിൽ നടത്തിയ സേവാ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇതുവരെ പലപ്പോഴും സമൂഹം കാണാതെ പോയിരുന്ന പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ അരുണിന്റെ നേതൃത്വത്തിലുള്ള ജനം TV സംഘം വഹിച്ച പങ്ക് വളരെ ഇതാണ്. ഇത്തരം വീഡിയോകൾ, ഇത്തരം റിപ്പോർട്ടുകൾ സംഘം ശേഖരിച്ചിരുന്നു. അത് ഇന്ന് പരസ്യമായി അക്നോളജ് ചെയ്യുകയാണ് ശ്രീ സുനിൽജി അംബേദ്കർ ചെയ്തത്. RSSും സേവാഭാരതിയും വയനാട്ടിൽ നടത്തിയ ഇടപെടലുകൾ, സാമൂഹിക സുരക്ഷാ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ ഇതൊക്കെ കണ്ടു, ഇത് ചർച്ച ചെയ്തു. അത് വളരെ കൃത്യമായി മെൻഷൻ ചെയ്യപ്പെട്ടു ബൈഠക്കിൽ എന്ന് പറഞ്ഞു. അതിനും അപ്പുറത്തേക്ക് ഒരു ദുരന്തമുണ്ടായ ശേഷമുള്ള സുരക്ഷ അതല്ലെങ്കിൽ സേവാ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ഇതുണ്ടാവാതിരിക്കാൻ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്ത് ഇടപെടൽ നടത്താനാകും എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ചർച്ച നടന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്നത്. കാര്യം നമുക്കറിയാം, ഇവിടെ ഇത്തരം മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടെന്നോ ഉള്ള തിരിച്ചറിവൊന്നും ഉണ്ടാകാതിരുന്നിട്ടല്ല, ഒന്നുകിൽ മനഃപൂർവ്വമായ അലംഭാവം, അതല്ലെങ്കിൽ ഇതിനെ അവഗണിച്ചത്. ഇത്തരം മുന്നറിയിപ്പുകൾ, സൂചനകൾ, സാഹചര്യങ്ങൾ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ പോലും തുടർച്ചയായിട്ട് വന്ന സർക്കാരുകൾ അവഗണിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. 4-4.5 വർഷമായി 2018-ലെയും 19-ലെയും ദുരന്തത്തിന് ശേഷം IIT-യിലെ പ്രൊഫസർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വയനാട്ടിൽ താമസിച്ച് സാഹചര്യം പഠിച്ച് ഇവിടെ എവിടെയൊക്കെ ഉരുൾപൊട്ടൽ അടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി മനസ്സിലാക്കാനും മുന്നറിയിപ്പ് നൽകാനും പ്രതിരോധിക്കാനും എന്തൊക്കെ ചെയ്യണം എന്നടക്കമുള്ള ഒരു ആക്ഷൻ റിപ്പോർട്ട് നൽകിയിട്ട് ഏറ്റവും ഒടുവിൽ ദുരന്തം വന്ന് ഇപ്പോഴും എണ്ണം ഉറപ്പില്ലാത്ത അത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ശേഷവും ഇവർ പോയി പറയുന്നത് കേന്ദ്രം ഇതിനുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം നടപ്പാക്കിയില്ല എന്നുള്ളതാണ്. സംസ്ഥാനം നടപ്പാക്കണമെന്ന റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലിരുന്ന് പൊടി പിടിക്കുമ്പോഴാണ് ഇത്തരം ഒരു വാദവുമായി രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ നമ്മുടെ
MP മാർ പോയത്. അപ്പോൾ ഇതടക്കമുള്ള മേഖലയിൽ അപ്പോൾ സർക്കാർ സംവിധാനം അല്ലെങ്കിൽ നിലവിലുള്ള സംവിധാനം ഇഫക്റ്റീവ് അല്ല, ഫലപ്രദമല്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കൂടിയാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വനിതാ സുരക്ഷയുടെ കാര്യത്തിലും രണ്ട് വയനാടിൻ്റെ കാര്യത്തിലും ഉണ്ടായ വിശദമായ ചർച്ചയും ഭാവി സംബന്ധിച്ച ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവുകളാണ്. അത് തന്നെയാണ് വയനാടിന്റെ പുനരധിവാസം പോകുന്നു. 200 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അന്ന് കേന്ദ്രമന്ത്രിമാരടക്കം വരുന്നു, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എത്തുന്നു. കൃത്യമായ വിശദമായ ഒരു റിപ്പോർട്ട് ആദ്യം നൽകുക, പരിസ്ഥിതി ആഘാത പഠനം അടക്കം നടത്തി പുനരധിവാസം നടത്തുക, അതിനോടൊക്കെ തന്നെ ചേർത്ത് നിർത്തുന്ന ഒരു നിരീക്ഷണം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും. കാര്യം എന്ത് ദുരന്തമുണ്ടായാലും ആദ്യം ആവശ്യപ്പെടുന്ന കുറേ 1000 കോടി രൂപ അങ്ങ് ആവശ്യപ്പെടുക എന്നുള്ളതാണ് കണ്ടും പൊട്ടിയിട്ട്. ഇതെന്തിനാണ് ഈ രൂപയെന്ന്, എങ്ങനെയാണ് നിങ്ങൾ പുനരധിവാസം നടപ്പാക്കാൻ പോകുന്നതെന്നും ഈ ദുരന്തത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടവരെ ഇനിയും നിങ്ങൾ ഇതേപോലെ അപകട സാധ്യതയുള്ള മേഖലയിലാണോ നിങ്ങൾ ഇരുത്തി വാഴ്ത്തി പാർപ്പിക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. പരിസ്ഥിതി ആഘാത പഠനം ചോദിച്ചതിന് അർത്ഥം ഇതാണ്, നിങ്ങൾ എവിടെയാണ് ഇവരെ പുനരധിവസിക്കാൻ പോകുന്നത്? വീണ്ടും നാളെയും മറ്റന്നാളും അടുത്ത വർഷവും ഇനിയൊരു മഴ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടി ദുരന്തം വിതയ്ക്കാൻ സാധ്യതയുള്ള മേഖലയിലാണോ നിങ്ങളുടെ പുനരധിവാസ പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ ശാസ്ത്രീയമായി തന്നെ ഏറ്റവും പോസിറ്റീവായി കാണേണ്ട സംഗതിയാണ്, ആദ്യം നിങ്ങൾ പരിസ്ഥിതി ആഘാത പ്രവണനം നടത്തൂ, വിശദമായ ആക്ഷൻ പ്ലാൻ തരൂ, എന്നിട്ട് പണം തരാം എന്നുള്ളൊരു നിലപാട്.